ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സർ വാൾട്ടർ സ്കോട്ടിൻ്റെ ലോക്കിൻ വാർ എന്ന പോയായിരുന്നു. നമുക്കിപ്പോൾ അതിൻ്റെ അനാലിസിസ് നടത്തണം. ആദ്യം നമ്മളതിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് എസ്സേ, ഡിസ്കസ് ദ എബ് ആൻഡ് ഫ്ലോ ഓഫ് ദ റൊമാൻസ് ബിറ്റ്വീൻ ലോക്കിൻ വാർ ആൻഡ് എലൻ. ലോക്കിൻ വാറിൻ്റെയും എലനയുടെയും ഇടയിലുണ്ടായിരുന്ന പ്രണയത്തിൻ്റെ റൊമാൻസിൻ്റെ എബ് ആൻഡ് ഫ്ലോ ഏറ്റവും വേലിയിറക്കവുമായി ബന്ധപ്പെട്ടാണ് ഈ ടേം നമ്മൾ ഉപയോഗിക്കാറ്. അവരുടെ പ്രണയത്തിൻ്റെ കൂടുതലും കുറവുള്ള സമയങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, പ്രണയം നഷ്ടപ്പെട്ടു പോകുന്നതും തിരികെ കിട്ടുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഡിസ്കസ് ചെയ്യാനാണ്. ലോക്കിൻ വാർ വാസ് എ യങ് സ്കോട്ടിഷ് ലോർഡ് ഹു ലവ്ഡ് ദ ഫെയർ എലൻ ഓഫ് ദ നെതർബൈ ക്ലാൻ. ലോക്കിൻ വാർ ഒരു യങ് സ്കോട്ടിഷ് ലോർഡാണ്. ഹു ലവ്ഡ് ദ ഫെയർ എലൻ, സുന്ദരിയായ എലനെ അദ്ദേഹം പ്രണയിച്ചിരുന്നു. ഓഫ് നെതർബൈ ക്ലാൻ, നെതർബൈ ക്ലാനിലെ, ക്ലാൻ മീൻസ് ക്ലോസ്ലിറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഫാമിലീസ്, എസ്പെഷ്യലി ഇൻ സ്കോട്ടിഷ് ഹൈലാൻഡ്സ്. സ്കോട്ടിഷ് ഹൈലാൻഡ്സിലെ ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഫാമിലി, വളരെ അടുത്ത ബന്ധമുള്ള ഗോത്രം എന്നോ വർഗം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഗ്രൂപ്പ്. അപ്പം അതിൽപ്പെട്ട സുന്ദരിയായ എലനെ അദ്ദേഹം പ്രണയിച്ചിരുന്നു. എലൻ ലവ്ഡ് ഹിം ആസ് വെൽ, എലനും അദ്ദേഹത്തെ തിരിച്ച് പ്രണയിച്ചിരുന്നു. ലോക്കിൻ വാർ ആഫ്റ്റർ വൂയിങ് എലൻ, ലോക്കിൻ വാർ എലനോട് വൂ നടത്തിയതിന് ശേഷം, വൂയിങ് മീൻസ് ടു ട്രൈ ഗെയിൻ ഓഫ് ലവ് ഓഫ് എ വുമൻ എസ്പെഷ്യലി ഫോർ മാരേജ്, കല്യാണത്തിനായിട്ട് ഒരു സ്ത്രീയോട് പ്രണയം അറിയിക്കുക എന്നതാണ് വൂയിങ്. അത് നേടാൻ ശ്രമിക്കുക. അങ്ങനെ എലൻ്റെ പ്രണയം നേടിയതിന് ശേഷം ആസ്ക്ഡ് ഹെർ ഫാദർ ഫോർ ഹാൻഡ് ഇൻ മാരേജ്, അവളുടെ അച്ഛനോട് അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ബട്ട് വാസ് റെഫ്യൂസ്ഡ് ഹിസ് സ്യൂട്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രപ്പോസൽ ഓഫ് മാരേജ്, സ്യൂട്ട് റെഫ്യൂസ് ചെയ്യപ്പെട്ടു. വെൻ ഹി ഹേർഡ് എലൻ വാസ് ടു ബി ബിട്രോത്ത്ഡ് ടു അനദർ, വെൻ ഹി ഹേർഡ്, അവൻ അറിഞ്ഞു, എലൻ വാസ് ടു ബി ബിട്രോത്ത്ഡ്, എലനെ ബിട്രോത്ത് ചെയ്യാൻ പോകുന്നു. ബിട്രോത്തൽ വിവാഹം ഉറപ്പിക്കുക. ബിട്രോത്തൽ ടു അനദർ, ബിട്രോത്തൽ എന്നൊക്കെ പറയുന്നത് മനസ്സമ്മതം. ടു അനദർ, മറ്റൊരാൾക്ക് കല്യാണം ഉറപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഹി റോഡ് നോൺ സ്റ്റോപ്പ്, അദ്ദേഹം റൈഡ് ചെയ്തു, നോൺ സ്റ്റോപ്പായിട്ട് റൈഡ് ചെയ്തു. റൈഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് റോഡ്. ടു പ്രിവെൻറ്റ് ദ മാരേജ്, കല്യാണം തടയാനായിട്ട് അദ്ദേഹം പോയി. ബട്ട് ഹി അറൈവ്ഡ് എ ബിറ്റ് ലേറ്റ്, പക്ഷേ അദ്ദേഹം എത്തിച്ചേർന്നത് കുറച്ച് വൈകിയാണ്. ഹി ഹാഡ് റോഡ് കണ്ടിന്യൂസ്ലി, അദ്ദേഹം കണ്ടിന്യൂസ് ആയി യാത്ര ചെയ്തു, റൈഡ് ചെയ്തു. സ്റ്റോപ്പിംഗ് നോട്ട് ഫോർ എ ബ്രേക്ക്, ഒരു ബ്രേക്ക് പോലും എടുക്കാതെ. ഈവൻ ടു ടേക്ക് ടൈം ടു ക്രോസ് ദ ഫോർഡ്ലെസ് എസ്ക് റിവർ, ഫോർഡ്ലെസ്, ഫോർഡ് ആഴമില്ലാത്ത പ്രദേശം, ബൈ ഫുട്ട് ഓർ വെഹിക്കിളിന് ക്രോസ് ചെയ്യാൻ പറ്റിയ റിവറിലെ ഷാലോ പാർട്ടിനെയാണ് നമ്മൾ ഫോർഡ് എന്ന് പറയുക. നമ്മൾ പോയം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഫോർഡുകളൊന്നും ഇല്ലാത്ത എസ്ക് റിവർ ക്രോസ് ചെയ്യുന്ന സമയത്ത് പോലും ഒട്ടും സമയമെടുത്തില്ല. ബൈ ദ ടൈം ലോക്കിൻ വാർ അറൈവ്ഡ്, ലോക്കിൻ വാർ എത്തുന്നതിന് മുമ്പ് ദ ബ്രൈഡ് ഹാഡ് ഓൾറെഡി കൺസെൻറ്റഡ് ടു ദ വെഡ്ഡിങ്, പക്ഷേ ബ്രൈഡ് വെഡ്ഡിങ്ങിന് കൺസെൻറ്റ് കൊടുത്തിരുന്നു. വെൻ ആസ്ക്ഡ് ഫോർ ഹിസ് ഇൻറ്റൻഷൻസ്, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. ആൻസേർഡ് ദ ബ്രൈഡ്സ് ഫാദർ, ലോക്കിൻ വാറിനോട് ബ്രൈഡിൻ്റെ അച്ഛൻ അവൻ്റെ ഇൻറ്റൻഷനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ അദ്ദേഹത്തോട്, ബ്രൈഡിൻ്റെ, വധുവിൻ്റെ അച്ഛനോട് പറഞ്ഞു, ദാറ്റ് ഹി ഹാഡ് കം ഇൻ പീസ്, അവൻ സമാധാനപരമായിട്ടാണ് വന്നത്. ടു ഡ്രിങ്ക് സം വൈൻ, കുറച്ച് വൈൻ കുടിക്കുക. ആൻഡ് ഡാൻസ് അറ്റ് ദ വെഡ്ഡിങ്, വെഡ്ഡിങ്ങിൽ ഡാൻസ് ചെയ്യുക എന്നാണ്. ഹി മെയ്ഡ് ദം അണ്ടർസ്റ്റാൻഡ്, അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഹി ഹാഡ് കം ഓൺലി ടു എൻജോയ് ദ വെഡ്ഡിങ്, അവൻ കല്യാണം ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ്, പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. ദാറ്റ് അതർ വുമൻ ലവ്ലിയർ ദാൻ എലൻ, കാരണം എലനേക്കാളും സുന്ദരികളായ മറ്റ് സ്ത്രീകൾ വേർ വില്ലിങ് ടു മാരി ഹിം, ലോക്കിൻ വാറിനെ കല്യാണം കഴിക്കാൻ വില്ലിങ് ആണ്. ഇഫ് ഹി കൺസെൻറ്റഡ്, അവൻ അനുവാദം കൊടുത്താൽ, അവൻ കൺസെൻറ്റ് കൊടുത്താൽ ഇപ്പോഴും അവനെ കല്യാണം കഴിക്കാൻ എലനേക്കാളും സുന്ദരികളായ സ്ത്രീകൾ തയ്യാറാണ് എന്ന് പറഞ്ഞു. എലൻ സീയിങ് ഹിം, ഇനി എലൻ അവനെ കണ്ടപ്പോൾ ബ്ലഷ്ഡ് ആൻഡ് സൈഡ്, അവൾ ബ്ലഷായിപ്പോയി, നാണം കൊണ്ട് കവിളുകൾ ചുവക്കുക, ബ്ലഷ് ചെയ്യുക. ആൻഡ് സൈഡ്, നെടുവീർപ്പിട്ടു. ഷി ദെൻ കിസ്ഡ് എ ഗോബ്ലെറ്റ് ഓഫ് വൈൻ,
പിന്നെ അവൾ ഒരു വൈനിൻ്റെ ഗോബ്ലെറ്റ് വൈൻ ഗ്ലാസ്സാണ്, വലിയ ഗ്ലാസ്. കിസ്ഡ് ഗോബ്ലെറ്റ് ഫ്രം വിച്ച് ലോക്കിൻവാർ ഡ്രാങ്ക്. ലോക്കിൻവാറിന് അത് കൊടുത്തു, അതിൽ നിന്ന് ലോക്കിൻവാർ കുടിച്ചു. ആൻഡ് ത്രൂ ഡൗൺ, അതെറിഞ്ഞു. എലൻ ഹാഡ് എ സ്മൈൽ ഓൺ ഹെർ ലിപ്സ്. എലൻ്റെ ചുണ്ടുകളിൽ ഒരു ചിരിയും. ആൻഡ് എ ടിയർ ഇൻ ഹെർ ഐ, കണ്ണിൽ കണ്ണുനീരും ഉണ്ടായിരുന്നു. ലോക്കിൻവാർ ഡാൻസ്ഡ് വിത്ത് എലൻ. ലോക്കിൻവാർ എലനുമായി ഡാൻസ് ചെയ്തു. ആസ് ദേ ഡാൻസ്ഡ്, അവർ ഡാൻസ് ചെയ്യുമ്പോൾ ദ ബ്രൈഡ്സ് മെയ്ഡ്സ് വിസ്പേർഡ്. ബ്രൈഡിൻ്റെ മെയ്ഡ്സ്, തോഴിമാർ വിസ്പർ ചെയ്തു. ദ മെയ്ഡ് എ ബെറ്റർ കപ്പിൾ ദാൻ ദ ഇൻറ്റൻഡഡ് ബ്രൈഡ് ഗ്രൂം ആൻഡ് ബ്രൈഡ്. ഇവരാണ് ബെറ്റർ കപ്പിൾ, നല്ല കപ്പിള്. ദാൻ ദ ഇൻറ്റൻഡഡ് ബ്രൈഡ് ഗ്രൂം, ഇനി ഇൻറ്റൻഡഡ് ഉദ്ദേശിക്കുന്ന ബ്രൈഡ് ഗ്രൂം ഉണ്ടല്ലോ, വേറെ കല്യാണം കഴിക്കാൻ, അവരേക്കാളും നല്ല കപ്പിൾ ഇവരാണ് എന്ന് പറഞ്ഞു. ദിസ് വാസ് ബിക്കോസ് ഓഫ് ലോക്കിൻവാർ സ്റ്റേറ്റ്ലി ഫോം. കാരണം ലോക്കിൻവാറിൻ്റെ സ്റ്റേറ്റ്ലി ആയിട്ടുള്ള ഫോം, രാജകീയമായ രൂപവും, ആൻഡ് എലൻസ് ലവ്ലി ഫേസ്, എലൻ്റെ സുന്ദരമായ മുഖവും മെയ്ഡ് ക്വൈറ്റ് എ കോമ്പിനേഷൻ, അതായിരുന്നു നല്ല കോമ്പിനേഷൻ. ഹി ടച്ച്ഡ് ഹെർ ആൻഡ് വിസ്പേർഡ് സംതിങ് ഇൻ ഹെർ ഇയർ. അവൻ അവളെ ടച്ച് ചെയ്തു, ആൻഡ് അവളുടെ ചെവിയിൽ എന്തോ ഒന്ന് വിസ്പർ ചെയ്തു, രഹസ്യം മന്ത്രിക്കുക. വെൻ ദേ റീച്ച്ഡ് ദ ഡോർവേ, അവർ ഡോർവേയിലെത്തിയപ്പോൾ ദ ഇലോപ്ഡ് ക്വിക്ക്ലി, അവർ വളരെ പെട്ടെന്ന് ഇലോപ്പ് ചെയ്യുക, രക്ഷപ്പെട്ടു പോവുക. ലോക്കിൻവാർ സെറ്റ് ഹെയർ ഓൺ ഹിസ് ഹോഴ്സ്. ലോക്കിൻവാർ സെറ്റ് ഹെയർ, പൊക്കി വെക്കുക, സെറ്റ് ഹെയർ ഓൺ ഹിസ് ഹോഴ്സ്, അവൻ്റെ കുതിരപ്പുറത്തേക്ക് ഉയർത്തി വെച്ചു. ദാറ്റ് വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഡോറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കുതിര. ദെൻ ക്വിക്ക്ലി സ്പ്രാങ് ഓൺ ഹിംസെൽഫ്, പിന്നെ വളരെ വേഗത്തിൽ അദ്ദേഹം ഓടിച്ചുപോയി. ദ നെതർബൈ ഫാമിലി ഫോളോഡ് ദം. നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്രൂപ്പ് നെതർബൈ ഫാമിലി അവരെ പിന്തുടർന്നു. വെൻ ദേ റിയലൈസ്ഡ് വാട്ട് ഹാഡ് ഹാപ്പൻ, ആദ്യം അവർക്ക് മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നതെന്ന്. ഇവൻ എലോപ്പ് ചെയ്തതാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരവനെ പിന്തുടരുന്നു. ബട്ട് ദേ വർ അണേബിൾ ടു ക്യാച്ച് അപ് ടു ദം, പക്ഷെ അവർക്ക് അവരുടെ അടുത്തെത്താൻ പോലും കഴിഞ്ഞില്ല. ദേ നെവർ ഫൗണ്ട് എലൻ, അവർക്ക് എലനെ കണ്ടെത്താനേ കഴിഞ്ഞില്ല. ദസ് ലോക്കിൻവാർ വാസ് ഏബിൾ ടു മേക്ക് ലവ് ഓഫ് ഹിസ് ലൈഫ് ഹിസ് ഓൺ. അങ്ങനെ ലോക്കിൻവാറിന് അവൻ്റെ ലവ് ഓഫ് ഹിസ് ലൈഫിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞു. ദെൻ അടുത്ത എസ്സേ, ഹൗ ഡസ് വാൾട്ടർ സ്കോട്ട് സ്കെച്ച് ദ ഹീറോയിക് ആക്ട് ഓഫ് ലോക്കിൻവാർ അഗെയിൻസ്റ്റ് ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് മിഡീവൽ സ്കോട്ടിഷ് കൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പ്. എങ്ങനെയാണ് വാൾട്ടർ സ്കോട്ട് ലോക്കിൻവാറിൻ്റെ ഹീറോയിക് ആക്ടിനെ സ്കോട്ടിഷ് മിഡീവൽ കൾച്ചർ, മധ്യകാലഘട്ടത്തിലെ സ്കോട്ടിഷ് സംസ്കാരത്തിനോടും അവിടുത്തെ ഭൂപ്രകൃതിയോടും ഒക്കെ കണക്ട് ചെയ്യുന്നത്, അതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ എങ്ങനെ അവതരിപ്പിക്കുന്നു? സ്കോട്ട് ഈസ് നോൺ ഫോർ റൊമാൻറ്റിസൈസിങ് ഹിസ്റ്റോറിക്കൽ സ്റ്റോറീസ്. വാൾട്ടർ സ്കോട്ട് ഹിസ്റ്റോറിക്കൽ സ്റ്റോറീസിനെ, ചരിത്രകഥകളെ കാൽപ്പനികവൽക്കരിക്കുന്നതിൽ വളരെ പ്രഗത്ഭനാണ്. ലോക്കിൻവാർ ഈസ് എ പോയം മോസ്റ്റ് ലൈക്ലി ബേസ്ഡ് ഓൺ സ്കോട്ടിഷ് ലെജൻഡ്. ലോക്കിൻവാർ ഒരു സ്കോട്ടിഷ് ലെജൻഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പോയമാണ്. ദ പോയം ഈസ് പാർട്ട് ഓഫ് ഹിസ് എപ്പിക് പോയം മാമിയോൺ. ഇദ്ദേഹത്തിൻ്റെ മാമിയോൺ എന്ന എപ്പിക് പോയത്തിലെ ഒരു ഭാഗമാണിത്. ദ പോയം ഈസ് എ ലവ് സ്റ്റോറി വിത്ത് ഡ്രാമ അറ്റ് എവരി ടേൺ. ഇതൊരു പ്രണയകഥയാണ്, നാടകീയത നിറഞ്ഞ, എല്ലാ സമയത്തും നാടകീയതയുള്ള. ലോക്കിൻവാർ ഈസ് ഷോൺ റൈഡിങ് ഫ്രം ദ വെസ്റ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി പോയം. വെസ്റ്റിൽ നിന്ന് റൈഡ് ചെയ്ത് വരുന്നതായിട്ടാണ് ലോക്കിൻവാറിനെ പോയത്തിൻ്റെ തുടക്കത്തിൽ കാണുന്നത്. ഹിസ് ഹോഴ്സ് ഈസ് ദ ബെസ്റ്റ് ഇൻ ദ വൈറ്റ് ബോർഡർ. ആ വൈറ്റ് ബോർഡറിൽ അവൻ്റെ ഹോഴ്സാണ് ദ ബെസ്റ്റ്. ഹി സ്റ്റോപ്പ്ഡ് നോട്ട് ഫോർ ബ്രേക്ക് ഓർ ഒബ്സ്റ്റക്കിൾ. ഒരു ബ്രേക്കിന് വേണ്ടിയോ അല്ലെങ്കിൽ തടസ്സങ്ങൾക്ക് കാരണമായോ അദ്ദേഹം എവിടെയും സ്റ്റോപ്പ് ചെയ്തില്ല. ദ എസ്ക് റിവർ ഹാഡ് നോ ഫോർഡ്. എസ്ക് റിവറിൽ ഫോർഡ് ഉണ്ടായിരുന്നില്ല. ഫോർഡ് മീൻസ് ഷാലോ പാട്ടുകൾ, ആഴം കുറഞ്ഞ ഭാഗങ്ങളില്ലായിരുന്നിട്ട് പോലും. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് സ്റ്റോപ്പ് ലോക്കിൻവാർ. അതും ലോക്കിൻവാറിനെ തടഞ്ഞില്ല. ഹു ക്രോസ്ഡ് ഇറ്റ് വിത്തൗട്ട് ബ്രേക്ക് ഇൻ ഹിസ് ജേണി. യാത്രയിൽ ഒരു ബ്രേക്കും ഇല്ലാതെ അദ്ദേഹം അതും ക്രോസ് ചെയ്തു. ഹി റീച്ച്ഡ് നെതർബൈ ഹാൾ ടു ലേറ്റ്. അദ്ദേഹം നെതർബൈ ഹാള് വളരെ വൈകിയാണ് എത്തിയത്. ആസ് ദ ബ്രൈഡ് ഹാഡ് ഓൾറെഡി കൺസെൻറ്റഡ് ടു ദ വെഡ്ഡിങ്. അപ്പോഴേക്കും ബ്രൈഡ് അവളുടെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഓൾറെഡി കൺസെൻറ്റഡ്, അനുവാദം കൊടുത്തു കഴിഞ്ഞിരുന്നു മറ്റൊരാളുമായിട്ട്. എലൻസ് ഫാദർ ആസ്ക്ഡ് ഹി ഓഫ് ഹിസ് ഇൻറ്റൻഷൻസ് ഫോർ കമ്മിങ്.
വിത്ത് ഹിസ് ഹാൻഡ് ഓൺ ഹിസ് സോഡ്. തൻ്റെ കൈ വാളിൽ വെച്ച് പിടിച്ചുകൊണ്ട് എലൻ്റെ അച്ഛൻ അവൻ്റെ ഇൻറ്റൻഷൻസിനെ കുറിച്ച് ചോദിച്ചു, എന്ത് ഉദ്ദേശത്തിലാണ് വന്നത്. ലോക്കിൻവാർ വാസ് അണാംഡ്. ലോക്കിൻവാർ ആയുധരഹിതനായിരുന്നു, എക്സെപ്റ്റ് ഫോർ ഹിസ് ബ്രോഡ് സോഡ്. അവൻ്റെ ഇരുതല മൂർച്ചയുള്ള വലിയ വാൾ ഒഴികെ വേറൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ആൻസേഴ്സ് ഹി കെയിം ഇൻ പീസ്. അവൻ സമാധാനപരമായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. ലോക്കിൻവാർ എക്സ്പ്ലെയിൻസ് ദാറ്റ് ഹി വാസ് ഡിനൈഡ് എ ചാൻസ് ടു മാരി ഹിസ് ലവ്. ലോക്കിൻവാർ എക്സ്പ്ലെയിൻ ചെയ്തു, അവന് നിഷേധിക്കപ്പെട്ടു ഒരു ചാൻസ് ടു മാരി ഹിസ് ലവ്, അവൻ്റെ പ്രണയിനിയെ കല്യാണം കഴിക്കാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു. ആൻഡ് സോ ഹീ ഹാഡ് കം ഓൺലി ടു എൻജോയ് ദ വെഡ്ഡിങ് ഫെസ്റ്റിവിറ്റീസ്. അതുകൊണ്ട് തന്നെ അവൻ ഈ വെഡ്ഡിങ് ഫെസ്റ്റിവിറ്റീസ്, കല്യാണത്തിൻ്റെ ആഘോഷങ്ങൾ എൻജോയ് ചെയ്യാൻ വന്നതാണ്. ഈ കമ്പയേഴ്സ് ഹിസ് ലവ് ടു സ്വെല്ലിംഗ് ലൈക്ക് ദ സോൾവേ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രണയത്തെ കമ്പയർ ചെയ്തു. ഏതുപോലെ? ലൈക്ക് സോൾവേ പോലെ. സോൾവേ എന്നുള്ളത് ഒരു സീ ഇൻലെറ്റാണ്. ദാറ്റ് ഫോംസ് എ പാർട്ട് ഓഫ് ബോർഡർ ബിറ്റ്വീൻ സ്കോട്ട്ലൻഡ് ആൻഡ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൻ്റെയും സ്കോട്ട്ലൻഡിൻ്റെയും ഇടയിലുള്ള ഒരു സീ ഇൻലെറ്റ്, ഒരു കടലിലേക്ക് വെള്ളം കടന്നു പോകുന്ന ഒരു സീ ഇൻലെറ്റ് പോലെയാണ്, അഴി ഒക്കെ പോലെയാണ്, അഴിമുഖം പോലെ ഇംഗ്ലണ്ട്. അപ്പോൾ അതുപോലെയാണ്, സോൾവേ പോലെയാണ്. ബട്ട് അതുപോലെ എന്താണ് സ്വെല്ലിങ്, വെള്ളം നിറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ പ്രണയം നിറഞ്ഞിരിക്കുന്നു, സ്വെല്ല് ചെയ്യുന്നു പറയും. എൻ്റെ പ്രണയം അത്ര കൂടുതലാണ്. ബട്ട് ഈസ് ലവ് എപ്സ് ലൈക്ക് ദ ടൈഡ് ഓഫ് ദ സോൾവേ. പക്ഷേ അദ്ദേഹം എലൻ്റെ അച്ഛൻ തൻ്റെ സ്യൂട്ട് റിജക്റ്റ് ചെയ്തപ്പോൾ, ഡിനൈ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഇറ്റ് എപ്സ് ലൈക്ക് ദ ടൈഡ് ഓഫ് ദ സോൾവേ. സോൾവേയിലെ ടൈഡ് കുറയുമല്ലോ, വേലിയേറ്റം കുറയുന്നത് പോലെ അതും കുറഞ്ഞു, വളരെ പതുക്കെയാണെങ്കിൽ പോലും ആ പ്രണയം ഇല്ലാതെ. ഹി ഓൾസോ സേസ് ദാറ്റ് ദർ ആർ മോർ ബ്യൂട്ടിഫുൾ വിമൻ വില്ലിംഗ് ടു മാരി ഹിം ഇഫ് ഹി അഗ്രീസ്. അയാളതും പറഞ്ഞു, വളരെ സുന്ദരികളായ പെൺകുട്ടികൾ അവൻ അനുവദിക്കുകയാണെങ്കിൽ അവനെ കല്യാണം കഴിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ആഫ്റ്റർ ഡ്രിങ്കിങ് വൈൻ കുടിച്ചതിന് ശേഷം ലോക്കിൻവാർ ഡാൻസസ് വിത്ത് ദ ബ്രൈഡ്. ലോക്കിൻവാർ ബ്രൈഡുമായി ഡാൻസ് ചെയ്തു. ബിഫോർ എനി വൺ കുഡ് സേ എനിത്തിങ്. ആർക്കും ഒന്നും പറയാൻ കഴിയുന്നതിന് മുമ്പ് അവർ ഡാൻസ് തുടങ്ങി. ദ ബ്രൈഡ് ഈസ് ഹാപ്പി ടു സീ ഹിം. ബ്രൈഡ് അവനെ കണ്ടതോടുകൂടി വളരെ സന്തുഷ്ടയായിരുന്നു. ബട്ട് സാഡ്, ഒപ്പം തന്നെ ദുഃഖിതയുമായിരുന്നു. ഷീ ഹാസ് കൺസെൻറ്റഡ് ടു ദ വെഡ്ഡിങ്. കാരണം അവൾ മറ്റ് വിവാഹത്തിന് കൺസെൻറ്റ് കൊടുത്തല്ലോ എന്നതുകൊണ്ട് അവൾ ദുഃഖിതയും അവനെ കണ്ടതിൽ സന്തോഷവും ഉണ്ടായിരുന്നു അവൾക്ക്. ആസ് ദ ഡാൻസ്, അവർ ഡാൻസ് ചെയ്യുമ്പോൾ ദ ബ്രൈഡ്സ് ഫാദർ ഫ്യൂംസ്. ബ്രൈഡിൻ്റെ അച്ഛൻ വളരെയധികം ദേഷ്യപ്പെട്ടു. പക്ഷേ ദേഷ്യപ്പെടുകയാണെങ്കിലും അത് പ്രകടിപ്പിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥയാണ്. ബി ആംഗ്രി സംടൈംസ് വിത്തൗട്ട് എക്സ്പ്രസിങ് ഇറ്റ് ആണ് ഫ്യൂം. അപ്പോൾ അയാൾ ദേഷ്യത്തിലായിരുന്നു, പക്ഷേ അയാൾ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ദേഷ്യത്തിൽ. മദർ ഫ്രെറ്റ്സ്. അമ്മയാണെങ്കിൽ ആകെ നെർവസ് ആൻഡ് വറീഡായിരുന്നു. കാരണം അറിയാലോ, കല്യാണം കൺസെൻറ്റ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി മറ്റൊരു പൂർവ്വകാമുകനുമായി ഡാൻസ് ചെയ്യുന്നു. ദ ബ്രൈഡ് മെയ്ഡൻസ്, പക്ഷെ അവളുടെ തോഴിമാർ വിസ്പർ ദാറ്റ് ദേ മെയ്ഡ് എ ലവ്ലി കപ്പിൾ. അവളുടെ സുഹൃത്തുക്കളും തോഴിമാരും ഒക്കെ വിസ്പർ ചെയ്തു, ഇവരായിരിക്കും നല്ല കപ്പിളെന്ന്. ലോക്കിൻവാറും എലനും ആയിരിക്കും നല്ല കപ്പിളെന്ന് അവർ പരസ്പരം പറഞ്ഞു. ദ ഇലോപ്പ് ഫ്രം ദ ഹാൾ. അവർ ഹാളിൽ നിന്ന് വളരെ പെട്ടെന്ന് ഇലോപ്പ് ചെയ്തു. ദാറ്റ് ദ നെതർബൈ ക്ലാൻസ് ടേക്ക് എ മൊമെൻറ്റ് ടു റിക്കവർ ആൻഡ് ട്രൈ ടു ക്യാച്ച് ദം. വളരെ പെട്ടെന്നായിരുന്നു അവരുടെ ഇലോപ്പിംഗ്. അതുകൊണ്ട് തന്നെ നെതർബൈ ക്ലാനിലെ ആളുകൾക്ക് കുറച്ച് സമയമെടുത്തു റിക്കവർ ചെയ്യാനും അവരെ പിടിക്കാൻ ശ്രമിക്കുന്നതിനും. ലോക്കിൻവാർ ആൻഡ് എലൻ റഷ് ഓവർ ബാങ്ക്, ബുഷ് ആൻഡ് സ്കോർ. ലോക്കിൻവാറും എലനും തീരങ്ങളിലൂടെ, കുറ്റിച്ചെടികളിലൂടെ, സ്കോറിലൂടെ ഓൺ ദ ഹോഴ്സ് രക്ഷപ്പെട്ടു. സ്കോർ എന്നത് റെഫേഴ്സ് ടു ദ ഈസ്റ്റേൺ ഹിൽസ് ഓഫ് എ ഹിൽ റേഞ്ച് ഇൻ സദേൺ സ്കോട്ട്ലൻഡ്. സദേൺ സ്കോട്ട്ലൻഡിലെ ഈസ്റ്റേൺ ഹിൽ റേഞ്ചിലെ ഭാഗമാണ് ഈ പറയപ്പെടുന്ന സ്കോർ എന്ന് പറയുന്നത്. അതുവഴിയൊക്കെ അവർ രക്ഷപ്പെട്ടു. ദ നെതർബൈ ക്ലാൻ കൺസിസ്റ്റിംഗ് ഓഫ് ഗ്രേംസ്, ഫോർസ്റ്റേഴ്സ്, ഫെൻവിക്സ്, മുസ്ഗ്രേവ്സ് റോഡ് ആൻഡ് ഫോളോഡ് ദം. നെതർബൈ ക്ലാനിൽ ഈ വിഭാഗങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ ഗ്രൂപ്പ്സൊക്കെ ഉണ്ട്, മീൻസ് അങ്ങനെയുള്ള ഫാമിലീസൊക്കെ ഉണ്ട്. അവരെല്ലാവരും അവൻ്റെ പിന്നാലെ പുറപ്പെട്ടു. റോഡ്
റൈഡ് ചെയ്തു, ഫോളോഡ് ദം. ദ റേസ്ഡ് ക്രോസ് കാനോബി ലീ. അവർ കാനോബി ലീ ക്രോസ് ചെയ്തു, ആ ഭാഗത്തു കൂടെ അവരും പുറപ്പെട്ടു. പാസ്റ്റർ ലാൻഡുകൾ കടന്നുപോയി. ആൻഡ് കാനോബി വില്ലേജുകൾ ഇൻ സൗത്ത് വെസ്റ്റ് സ്കോട്ട്ലൻഡ്, അതൊക്കെ അവരും ക്രോസ് ചെയ്തു. ബട്ട് ദേ വർ അൺഏബിൾ ടു ക്യാച്ച് ഓർ ഫൈൻഡ് എലൻ. പക്ഷെ അവർക്ക് എലനെ കാണാനോ അതേപോലെ തന്നെ അവരെ പിടിക്കാനോ കഴിഞ്ഞില്ല. സ്കോട്ട് ദസ് gives the reader a view of Scotland through this description of the lay of the land and the backdrop. വാൾട്ടർ സ്കോട്ട് റീഡേഴ്സിന് ഒരു വ്യൂ തരുന്നുണ്ട് ഇങ്ങനെ സ്കോട്ട്ലൻഡിൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിലൂടെ, ഈ ലേയുടെയും അതേപോലെ തന്നെ ലേ ഓഫ് ദ ലാൻഡ്, ആ ലാൻഡിൻ്റെ വ്യൂ, ഈ പറഞ്ഞ എന്താണ് പാസ്റ്റർ ലാൻഡ്, കാനോബി വില്ലേജസ് ഒക്കെ പറഞ്ഞ ആ ഭാഗങ്ങളിലൂടെ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ തരുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്ക്ഡ്രോപ്പും നന്നായി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ത്രൂ ദ ടെല്ലിംഗ് ഓഫ് ദ ടെയിൽ ഓഫ് ലോക്കിൻവാർ, ലോക്കിൻവാറിൻ്റെ കഥ പറയുന്നതിലൂടെ ദ റീഡർ ഈസ് ഏബിൾ ടു ക്യാച്ച് എ ഗ്ലിംസ് ഓഫ് സ്കോട്ടിഷ് കൾച്ചർ. റീഡർക്ക് സ്കോട്ടിഷ് കൾച്ചറിൻ്റെ ഒരു ഗ്ലിംസ് ലഭിക്കുന്നുണ്ട്. ഗ്ലിംസ്, ഒരു നോട്ടം, സ്കോട്ടിഷ് സംസ്കാരത്തെയും അവിടുത്തെ ഭൂപ്രദേശത്തെക്കുറിച്ചൊക്കെയുള്ള, ലാൻഡ്സ്കേപ്പിനെ കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയ ധാരണ ഈ കവിതയിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഈ രണ്ട് എസ്സേയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഇത് രണ്ടിലൊന്ന് മിക്കവാറും ചോദിക്കാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ.